ഈ ഘോരള കഥയ്ക്ക് സാബു ജേക്കബിന്റെ ഭാവി ജീവിതത്തിന് പാഠമാകുന്ന ഒരു ഗുണവും കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തോന്നേണ്ടതാണ്. എന്ന് മാത്രവുമല്ല, നവീൻ സാബുവിൻ്റെ മക്കളുടെ നാക്കിൽ നിന്നും അച്ഛാ എന്ന് പറയുന്ന ആ വിളി നീക്കം ചെയ്യുകയും ചെയ്തു. ഘോരൻ 5006 ജീവിതകാലത്ത് ഘോരളം എന്ന രാജ്യത്ത് നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണ് പോങ്ങൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിറ്റക്സ് മുതലാളിയായ ശ്രീ സാബു ജേക്കബിന്റെ ഭാവി ശോഭനമാക്കാൻ വേണ്ടുന്ന ഒരു മനോപാകത അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുക എന്നതാണ് ഈ കഥയുടെ യഥാർത്ഥ ലക്ഷ്യം. ഈ കഥയിൽ പരാമർശിക്കുന്ന പരീക്കുട്ടി ബീരാന് പരശുരാമനുമായോ, സുന്നത്തു കത്തിക്ക് മഴുവുമായോ, ഘോരളത്തിന് കേരളവുമായോ, ഘോരൻ 5006 ദ്വിമാറ തസ്കരോത്തമ സുൽത്താനുമായോ ബന്ധമില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അത് അവരുടെ ഭാവനാശേഷിയുടെ മാത്രം കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് പോങ്ങൻ കഥയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നു. പുസ്തക വായനക്കാരുടെ സാന്നിധ്യം അത്രയൊന്നുമില്ലാത്തൊരു സാങ്കേതിക വേദിയിൽ ഇത്തരമൊരു കഥ പറയാൻ മനസ്സു കാണിച്ച പോങ്ങന്റെ കച്ചവട ബുദ്ധിയില്ലായ്മയെ ഇകഴ്ത്തിക്കൊണ്ട് പോങ്ങൻ കഥ തുടരുന്നു. അതായത് പൂർണ്ണലിംഗരായിട്ടുള്ള ഘോര വംശത്തിൽ നിന്നും അതുംബലിംഗരിലേക്ക് ഘോരളത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിന്റെ ആദ്യപടിയായിരുന്നു ഘോരപുത്രിക്ക് നൽകിയ ആ ഒരു അതുംബ ലിംഗ സമർപ്പണം. അത് പറയുമ്പോൾ ഈ ഘോരപുത്രിക്ക് പൂർണ്ണലിംഗനിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഒരു പുത്രൻ. ആ പുത്രന്റെ ലിംഗത്തും പറത്ത് അവനെ മനുഷ്യനിൽ നിന്ന് മതസ്ഥനിലേക്ക് ലിംഗമാറ്റം ചെയ്തെടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ എന്തായാലും ഘോരളം പുരോഗമനവാദികളുടെ നാടാണെന്ന വലിയൊരു പറച്ചിൽ ഘോരാനുയായികളായിട്ടുള്ള മതസ്ഥർ പരക്കെ പറഞ്ഞു നടന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തങ്ങൾ വലിയ പരിഷ്കൃത ബുദ്ധരാണെന്ന വിശ്വാസം ഘോരളീയരായിട്ടുള്ള മനുഷ്യരും വെച്ച് പുലർത്താൻ തുടങ്ങി. അതായത് മതസ്ഥർ പറഞ്ഞു കൊടുത്തു, മനുഷ്യർ അത് വിശ്വസിക്കാനും തുടങ്ങി. നാട്ടിലെ ഏറ്റവും വലിയ വേശ്യയെ ഘോരളത്തിന്റെ സാംസ്കാരിക നായികയായി ആ മതസ്ഥർ അങ്ങോട്ടേക്ക് അവതരിപ്പിച്ചു കൊടുത്തു. അവളെ പരപുരുഷന്മാർക്ക് കൂട്ടിക്കൊടുത്ത് സമ്പന്നനായിട്ടുള്ള വേശ്യാപതിയെ, അല്ലെങ്കിൽ സമ്പന്നനായിക്കൊണ്ടിരുന്ന വേശ്യാപതിയെ ഘോരളത്തിന്റെ നവോത്ഥാന നായകനായി മതസ്ഥർ ആഘോഷിക്കുകയും ചെയ്തു. ഈ കുലടകളെ കുലസ്ത്രീകളായും കുലസ്ത്രീകളെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഹീനജന്മങ്ങളുമായി ഘോരളം ഗണിച്ചു കേട്ടോ. ഘോരാനുയായികളായിട്ടുള്ള മതസ്ഥർ മയക്കുമരുന്ന് നൽകി യുവാക്കളായിട്ടുള്ള മനുഷ്യരെ അവരുടെ അടിമകളാക്കി മാറ്റി. ഘോരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഘോരളത്തിലെ മതസ്ഥരുടെ പ്രിയത്തിന് പാത്രമാവാതെ ആർക്കും അതിജീവനം സാധ്യമല്ല എന്ന് പറയുന്ന ഒരു നില വന്നു കേട്ടോ. സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യർ മതസ്ഥർക്കൊപ്പം ചേർന്ന് ജീവിത വിജയം കൈവരിച്ചു. സ്വാധീനശേഷിക്കൊപ്പം സ്വാർത്ഥ ബുദ്ധി കൂടി ഉണ്ടായിരുന്ന മനുഷ്യരെ മതസ്ഥർ വിലക്കെടുത്തു. അവരുടെ സ്വാധീനശേഷിയിൽ തളച്ച് ആ മനുഷ്യരെ മതസ്ഥർ അവർക്കൊപ്പം ചേർത്തു. അഭിമാനികളായിട്ടുള്ള മനുഷ്യർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, അഭിമാനികളായിട്ടുള്ള മനുഷ്യർ അതിജീവിക്കാനാവാതെ അലഞ്ഞു ചത്തു. ക്രമേണ ഹൈന്ദവ രാക്ഷസന്മാരുടെ ഭൂപ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വിശുദ്ധ മതഭൂമിയായി ഘോരളം മാറുകയും ചെയ്തു. ഈ ഘോരള കഥയ്ക്ക് സാബു ജേക്കബിന്റെ ഭാവി ജീവിതത്തിന് പാഠമാകുന്ന ഒരു ഗുണവും കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തോന്നേണ്ടതാണ്. ശ്രദ്ധിച്ചാണ് പോങ്ങനെ കേട്ടതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തോന്നേണ്ടതാണ്. അങ്ങനെ തോന്നിയെങ്കിൽ ആ തോന്നൽ സത്യവുമാണ്. ഇനിയാണ് സാബു ജേക്കബിന് ഗുണമാവുന്ന നിലയിൽ കഥയുടെ കാതലിലേക്ക് പോങ്ങൻ നാക്ക് തിരിക്കാൻ പോകുന്നത്. പറഞ്ഞല്ലോ, ഘോരളം പുരോഗമനവാദികളുടെയും ആദർശധീരരുടെയും അതുപോലെ തന്നെ പരിഷ്കൃത ബുദ്ധരുടെയും ഒക്കെ നാടാണെന്ന ഒരു പ്രതീതി മതസ്ഥർ കൗശല ബുദ്ധിയോടുകൂടി പരത്തിയിരുന്നു എന്നുള്ള കാര്യം പോങ്ങൻ നേരത്തെ പറഞ്ഞല്ലോ, കഥയ്ക്കിടയ്ക്ക് പറഞ്ഞായിരുന്നു. ദൈവമേ, ആംബുലൻസ്. ശുദ്ധബുദ്ധരായിട്ടുള്ള പല മനുഷ്യരും അത് വിശ്വസിച്ചുകൊണ്ട് ഉള്ളിലുള്ള ആദർശധീരതയും അവരുടെയൊക്കെ ഉള്ളിലുള്ള ആദർശധീരതയും അതുപോലെ തന്നെ സത്യസന്ധതയും നീതിബോധവും ന്യായബുദ്ധിയും സ്വതന്ത്ര ചിന്തയും ഒക്കെ യഥേഷ്ടം അങ്ങോട്ടേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങി ഘോരളത്തിൽ. ഈ നവീൻ സാബു എന്നു പേരായിട്ടുള്ള ഒരു ഘോരവംശജൻ ഘോരൻ 5006 അനുയായിയായി ഉന്നത സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഉദ്യോഗം നോറ്റിരുന്നു ഘോരന് കീഴിൽ. ആദർശധീരത, സത്യസന്ധത, ന്യായബുദ്ധി, നീതിബോധം മുതലായിട്ടുള്ള ദുർഗുണങ്ങളുള്ള
ആളായിരുന്നു നവീൻ സാബു എന്ന് പറയുന്ന ആ ഘോരവംശജൻ. ഒരിക്കൽ ഘോരന്മാരും മതസ്ഥരുമൊക്കെ ന്യായമെന്ന് കാണുന്നതും എന്നാൽ മനുഷ്യർ അന്യായമെന്ന് ഗണിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഈ നവീൻ സാബുവിനോട് വഴിവിട്ട് ചെയ്തു കൊടുക്കാൻ ഘോരാനുയായികൾ ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് നവീൻ സാബു തയ്യാറായില്ല, ഒട്ടും തന്നെ തയ്യാറായില്ല. അന്യായമായി താൻ ഒന്നും ചെയ്യില്ല എന്നും നവീൻ സാബു കട്ടിപ്പിച്ചു പറഞ്ഞു. അതായത് മുന്നോട്ട് ഇപ്പം ചെയ്തു തരുന്നില്ല എന്ന് മാത്രമല്ല, മുന്നോട്ടും ഞാനിതൊന്നും ചെയ്തു തരില്ല എന്ന് കട്ടിപ്പിച്ചു പറഞ്ഞു. അതോടെ ശശിലിംഗം ദീനിയും കൊടും ഘോരയുമായിട്ടുള്ള ഒരു ദിവ്യ യക്ഷി പരസ്യമായി നവീൻ സാബുവിനോട് ഭീഷണി പറയുകയും അന്ന് രാത്രി മുതൽ ഈ ഭീഷണി പറഞ്ഞ ആ ദിവസം അന്ന് രാത്രി മുതൽ നവീൻ സാബുവിൻ്റെ ഭാര്യയെ വിധവയാക്കി മാറ്റുകയും ചെയ്തു. എന്ന് മാത്രവുമല്ല, നവീൻ സാബുവിൻ്റെ മക്കളുടെ നാക്കിൽ നിന്നും അച്ഛാ എന്ന് പറയുന്ന ആ വിളി നീക്കം ചെയ്യുകയും ചെയ്തു. അന്യായം പ്രവർത്തിച്ചില്ലെന്നത് മാത്രമാണോ കുറ്റം? നവീൻ സാബു ചെയ്ത കുറ്റം അല്ല. ഈ ഘോരളം ആരുടെയും പിതൃസ്വത്തൊന്നുമല്ല എന്നുകൂടി നവീൻ സാബു പറഞ്ഞു വെച്ചു. ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ, സാബു ജേക്കബ് പറഞ്ഞതുപോലെ ഘോരളത്തിലെ നവീൻ സാബുവും അത് പറഞ്ഞു വെച്ചു. അതിലെന്താണ് കുഴപ്പമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ പോങ്ങനൊരു കാര്യം പറയാം, ഒരു ഉദാഹരണം പറയാം. ഈ നമ്മുടെ കേരളത്തിലുള്ളവർക്കറിയാമല്ലോ, കഥയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഘോരളത്തിൽ നിന്ന് ഈ ഉദാഹരണം പറയാനായിട്ട് നമ്മൾ കേരളത്തിലേക്ക് വന്നു. അതായത് ഈ ലുലു മാളിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് പഴക്കച്ചവടം നടത്തുന്ന ഒരുവൻ ലുലു മാൾ ആരുടെയും പിതൃസ്വത്തൊന്നുമല്ല എന്ന് യൂസഫ് അലിയുടെ മക്കളോട് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? ആ കുട്ടികൾ വിവരമുള്ളവരായതുകൊണ്ട് ചിരിച്ചു തള്ളിയേക്കും, അല്ലേ? എന്നാൽ ഘോരളം ആരുടെയും പിതൃസ്വത്തല്ല എന്ന് നവീൻ സാബു പറഞ്ഞാൽ അത് നവീൻ സാബുവിൻ്റെ ഭാര്യയുടെ വൈധവ്യത്തിലേ അവസാനിക്കൂ. കാരണം ഘോരൻ 5006 പിതൃസ്വത്താണെന്ന് ഘോര ചക്രവർത്തിയുടെ അടിമക്കണ്ണന്മാർക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. അവരുടെ യജമാനനെ അധിക്ഷേപിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരുടെ ഭാര്യമാരെ വിധവകളാക്കുകയും അവരുടെ മക്കളെ അനാഥരാക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ഘോരളദേശത്തുണ്ട്. അതിന് ഘോരൻ 5006 ആജ്ഞാപിക്കുകയൊന്നും വേണ്ട, ആഗ്രഹിച്ചാൽ മതി. ആ ആഗ്രഹം വാഗ്രൂപത്തിൽ പുറത്തേക്ക് പോലും വരണ്ട. ആഗ്രഹമറിഞ്ഞു പ്രവർത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തയ്യാറാവും, ആരെയും വധിച്ചു കളയും. സത്യത്തിൽ ഘോരളിയർ പരിഷ്കൃത ബുദ്ധരും പുരോഗമന ഭാവികളുമാണെന്ന ആ നവീൻ സാബുവിൻ്റെ തെറ്റിദ്ധാരണ തന്നെയാണ് ആ മനുഷ്യനെ ആപത്തിൽപ്പെടുത്തിയത്. ഘോരളിയർ അത്തരം ഗുണങ്ങളുള്ളവരായിരുന്നില്ല. പരസ്യമായി ഭീഷണി പറഞ്ഞ് കെട്ടിത്തൂക്കി കൊന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ കൊലപാതകികൾ തടസ്സമില്ലാതെ അങ്ങനെ സാമൂഹ്യ ജീവിതം തുടരുന്നുണ്ടെങ്കിൽ ആ നാട് പരിഷ്കൃതമായ ഒരു നാടാവില്ലല്ലോ, അല്ലേ? അതല്ലേ, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെയല്ലേ സാബു ജേക്കബ് നമ്മുടെ കേരളവും? ഹോസ്റ്റലിൽ കൊന്നു കെട്ടിത്തൂക്കി മാതാപിതാക്കൾക്ക് പുത്രദുഃഖം നൽകിയ സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലേ? എന്തെങ്കിലും തട്ടുകേട് ആ കുട്ടിയെ കൊന്നവർക്കുണ്ടായിട്ടുണ്ടോ? പൊതുസമൂഹം പേരിനെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചോ? മാധ്യമങ്ങൾ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തിയോ? ഇടതടവില്ലാതെ ഒന്നും ഉണ്ടായില്ലെന്നേ. കിലോ കണക്കിന് കഞ്ചാവുമായി കുട്ടികൾ കലാലയങ്ങളിൽ കച്ചവടത്തിന് ഇറങ്ങുന്നില്ലേ കേരളത്തിൽ? അല്പമെങ്കിലും പ്രബുദ്ധതയുള്ള ഒരു സമൂഹമാണെങ്കിൽ ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ ഇത് നടക്കുമോ? എന്തെല്ലാം അനീതികളും അന്യായങ്ങളുമാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് സാബു ജേക്കബിന് അറിയാവുന്നതല്ലേ, അല്ലേ? പരീക്കുട്ടി ബീരാൻ സുന്നത്ത് കത്തി എറിഞ്ഞുണ്ടാക്കിയ ആ ഘോരളവും അതുപോലെ തന്നെ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഈ കേരളവും തമ്മിൽ കാര്യമായ എന്തെങ്കിലും വ്യത്യാസം സാബു ജേക്കബിന് കാണാൻ സാധിക്കുന്നുണ്ടോ? പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: ഘോരളമായാലും കേരളമായാലും നമ്മൾ ഓർക്കേണ്ട ഒന്നുണ്ട്. സാമൂഹ്യ ബുദ്ധിയും പൗരബോധവും ഇല്ലാത്ത മനുഷ്യ സമൂഹത്തിന് ജനാധിപത്യം എന്നത് കുരങ്ങിൻ്റെ കൈവശം കിട്ടിയ വടിവാൾ പോലെയാണ്. അത് അവനവനെയും തീർക്കും, സ്വന്തം ശരീരത്തെ ഉറക്കും, ചുറ്റുപാടും നാശമുണ്ടാക്കും. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ കഴിയുന്ന ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഈ നാട് ആരുടെയും പിതൃസ്വത്തല്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും സാബു ജേക്കബ് ഭയക്കണം. നവീൻ സാബു ഭയക്കാതിരുന്നത് കൊണ്ടാണ് നവീൻ സാബുവിൻ്റെ ഭാര്യയ്ക്ക് വിധവയാവേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് നാവിൽ നിന്ന് അച്ഛ എന്നുള്ള വിളി മായ്ച്ചു കളയേണ്ടി വന്നത്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കേരളീയ പൊതുസമൂഹം അതിനെതിരെ ഒരു പ്രതികരണവും നടത്തില്ല സാബു ജേക്കബ്.
കാരണം കേരളത്തിൽ പ്രധാനമായും 2 തരം മനുഷ്യരെ ഇപ്പോൾ ഉള്ളൂ. ഒന്ന്, അനീതി പ്രവർത്തിക്കുന്നവരും, 2, അനീതി സഹിക്കുന്നവരും. അതാണ് കേരളം. കേരളത്തിലെ നവീൻ സാബുവായി കേരളത്തിലെ സാബു ജേക്കബ് മാറാതിരിക്കട്ടെ. എത്രയും വേഗം അവസാന നാണയവും എടുത്തുകൊണ്ട് നാട് കടന്നുകൊള്ളുക, സഹ്യപർവ്വതം കടന്നുകൊള്ളുക. നല്ലതേ വരൂ. അതല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കൊരു ന്യായവും ഇവിടെ പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു സത്യത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വളരാൻ കഴിയില്ല. നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് വിചാരമുണ്ട് എന്നുണ്ടെങ്കിൽ ന്യായവും നീതിയും ഇവിടെ നേരായ രീതിയിൽ ലഭിക്കും എന്ന് വളഞ്ഞ വഴിയെ പോലും ലഭിക്കാൻ വലിയ പാടാണ്. അപ്പോൾ പിന്നെ നേരായ വഴിയെ ലഭിക്കുകയില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ വ്യവസായം നന്നായി കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങൾക്ക് ലാഭകരമായി നിങ്ങളുടെ കച്ചവടം കൊണ്ടു നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളം വിട്ടേ പറ്റൂ. ഇവിടെ സാഹിത്യം മാത്രമേ ഉള്ളൂ, പറച്ചിലിൽ മാത്രം. ഇവിടെ പ്രബുദ്ധത സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. ഇവിടെ പുരോഗമനം എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞതുപോലാണ്. അനർഹരായവർ ആഘോഷിക്കപ്പെടുന്ന ഒരു നാടും ഒരു സമൂഹവും നന്നായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സാബു എം ജേക്കബ്, താങ്കൾ അവസാന നാണയവും എടുത്ത് നാട് വിട്ടോളുക, സഹ്യപർവ്വതം കടന്നുകൊള്ളുക. നല്ലതേ വരൂ. Back to the bone if you know you know. Get stupid with the flow if you know you know. LONDON if you know you know. Come through if you wanna roll if you know you know. Within the zone.